ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം വീടിൻ്റെ പുറത്തൊക്കെ ഭയങ്കര പണിയാണ്. പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ അനിയൻ്റെ വീടൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇൻ്റർലോക്കൊന്നും ഇല്ലായിരുന്നു. ഫ്രണ്ടിൽ ഇൻ്റർലോക്കിൻ്റെ വർക്കൊക്കെ ചെയ്തു, പെയിൻറ്റൊക്കെ അടിച്ചു. അങ്ങനെ പുതിയ ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ കുറച്ച് വേസ്റ്റുകൾ നമ്മൾ ഇപ്പുറത്തോട്ടായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഓണം സീസൺ മുതൽ എനിക്ക് എൻ്റെ ഹെൽത്തൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഡയറ്റിങ്ങൊക്കെ അങ്ങനെ പല വഴിക്കായിട്ട് പോയി കിടക്കുവാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് തേൻ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം തേൻ ഒഴിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ സ്ഥിരമായിട്ട് രാവിലെയും രാത്രിയായിട്ടാണ് കുടിക്കാറ്. പക്ഷേ ഇപ്പം അങ്ങനെ കുടിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഓണം സീസൺ മുതലേ എൻ്റെ ഡയറ്റിംഗ് മെത്തേഡ് എല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്തായാലും ഞാൻ കുറച്ച് തേൻ ഒഴിച്ചിട്ട് വെള്ളം ചൂടാക്കി അതിലോട്ട് ഒഴിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഡയറ്റിങ് നിന്ന സമയം തൊട്ടുള്ള ഒരു ബോഡിക്ക് വീണ്ടും ഒരു വെയിറ്റ് വയ്ക്കുന്ന ഒരു ഫീല് എനിക്ക് സ്വയം അനുഭവപ്പെടാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ 60 എത്തിച്ചത്. എൻ്റെ ഒരു ബോഡി ഹൈറ്റ് അനുസരിച്ച് വെക്കുകയാണെങ്കിൽ 60 കിലോയെ എനിക്ക് പാടുള്ളൂ. അപ്പോൾ 75 നിന്നും 60 വരെ എത്തിച്ചത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഭക്ഷണമൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വിശപ്പിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ള രീതിയിലങ്ങ് കഴിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ടെറസിൽ തുണി ഇട്ടിട്ടുണ്ട്, അതെടുക്കാൻ വിട്ടുപോയി. ഇപ്പോൾ തന്നെ സന്ധ്യയായി. ഒരു മ്ലാനത, വൈകിട്ട് മുതലൊരു ഉഷാറില്ലായ്മയുണ്ട്. ഭയങ്കര മൂഡ് ഓഫാണ്. എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. രാവിലെ തൊട്ട് ഉച്ചവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങൾ. പിന്നെ ടെറസിൽ വരുമ്പോൾ എനിക്ക് അവിടെ നിന്ന് നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. ടെറസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ടെറസാണ്. വീടിൻ്റെ ടെറസ് ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു ഈവനിങ് ടൈമിലൊക്കെ കയറി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മൈൻഡ് റിലാക്സ് ആവും. അതാണ് മെയിനായിട്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ ടെറസിൽ കയറാൻ കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിലൊന്നും കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാലിനൊക്കെ നല്ല വേദനയുണ്ട്. പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ ബാൻഡേഡ് ചുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ബാൻഡേഡ് ഞാൻ അഴിച്ച് കളഞ്ഞു. കാരണം നമ്മളൊരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ ഒക്കത്തില്ല. അപ്പം കാലിനൊക്കെ നല്ല വേദനയുണ്ട്. കയറി ഇറങ്ങിയുള്ള ജോലി ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. നമ്മൾ വീട്ടിലെ പണികളാകുമ്പം അങ്ങനെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് റെസ്റ്റ് എടുക്കാനൊട്ടും പറ്റത്തില്ല. എല്ലാ അവതാളത്തിലാവും. തന്നെ കാലിൻ്റെ ഈ ഒരു സൈഡ് എനിക്ക് നല്ല വേദനയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നീര് കൂടുതലായിട്ട് വരുന്നത്. നീര് ഒരുവിധം ചൊട്ടിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് ഇങ്ങനെ നീരിങ്ങനെ കയറി കിടക്കുന്ന പോലെ ഈ ഒരു ഭാഗത്താണ് എനിക്ക് പ്രശ്നം കൂടുതലും, വേദന. ഇവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറി. പിന്നെ ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. കല്യാണത്തിൻ്റെ ദിവസങ്ങൾ അടുത്ത് വരികയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു മൂഡില്ല. അതിന് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഷാറില്ല. ചില സമയത്ത് നമ്മുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് ഇന്ന് രാവിലെ തൊട്ടൊരു പ്രശ്നമില്ലായിരുന്നു. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എവിടെയോ ഒരു പ്രശ്നം, എന്നാൽ നമുക്ക് ചില സമയത്ത് അങ്ങനെ ഒരു മൂഡ് ഉണ്ടാവുമല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ മൈൻഡ് എന്താ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, അങ്ങനൊരു ഫീല്. എന്തായാലും നാളെ മുതൽ ഉഷാറായിട്ട് വരാം, ഉന്മേഷത്തോടുകൂടി വരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി.